CPI നേതൃത്വം കടുത്ത നിലപാട് സ്വീകരിച്ചിരിക്കെ ഇനി എത്രനാൾ ക്രമസമാധാന ചുമതലയുള്ള ADGP കസേരയിൽ MR അജിത് കുമാറിന് തുടരാൻ ആകും എന്നതിൽ ചോദ്യം ശക്തം. മുഖ്യമന്ത്രി ഇപ്പോഴും അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. തൃശൂർ പൂര ദിവസം സ്ഥലത്തുണ്ടായിരുന്നിട്ടും കാര്യങ്ങൾ അലങ്കോലപ്പെടുമ്പോൾ ADGP ഇടപെടാത്തത് സംശയം വർദ്ധിപ്പിക്കുന്നു. ADGPയുടെ അന്നത്തെ സമീപനത്തിൽ DGPക്ക് എതിർപ്പുണ്ട്. അജിത് കുമാർ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ സംഭവത്തിൽ ഉൾപ്പെടെ വിശദമായ അന്വേഷണ റിപ്പോർട്ട് DGP ഉടൻ സർക്കാരിന് സമർപ്പിക്കും. BV വിനോദ് തയ്യാറാക്കിയ റിപ്പോർട്ട്. RSS നേതാവ് ജയകുമാറിന്റെ വെളിപ്പെടുത്തൽ വെട്ടിലാക്കുന്നത് CPM-നെയാണ്. സ്വാഭാവികമായും കൂടിക്കാഴ്ചയെ RSS നേതാവ് ന്യായീകരിക്കുമ്പോൾ ഇതുവരെ MR അജിത് കുമാറിനെ സംരക്ഷിച്ചതാര് എന്ന ചോദ്യം കൂടി ഉയരുകയാണ്. ഘടകകക്ഷികൾ ഒന്നടങ്കം MR അജിത് കുമാറിനെ ADGP ലോ ആൻഡ് ഓർഡർ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യം ശക്തമായി ഉന്നയിക്കുകയാണ്. CPI മാത്രമല്ല, അതിൽ NCPയും RJDയും ഉൾപ്പെടെയുള്ള കക്ഷികൾ ADGPയെ മാറ്റണമെന്ന ആവശ്യവുമായി ശക്തമായി നിലകൊള്ളുന്നു. അവിടെ മുഖ്യമന്ത്രി ADGPയെ സംരക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ കൂടിക്കാഴ്ചയെ RSS ന്യായീകരിക്കുന്നു. സ്വാഭാവികമായും അടുത്ത മാസം 4-ന് സഭാ സമ്മേളനം ആരംഭിക്കുകയാണ്. പ്രതിപക്ഷം പ്രധാനമായും ഉയർത്തിക്കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരു കാര്യം, മുഖ്യമന്ത്രിക്കും RSSനും ഒരേ നിലപാടാണ്. രണ്ടുപേരും MR അജിത് കുമാറിനെ സംരക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ ആ കൂടിക്കാഴ്ചയെ ന്യായീകരിക്കുമ്പോൾ എന്താണ് പൊതുവിലുള്ള താൽപര്യം? ഈ ചോദ്യമായിരിക്കും പ്രതിപക്ഷം പ്രധാനമായും ഉന്നയിക്കുക. ഈ പോസ്റ്റിൽ ജയകുമാർ പറയുന്നത് MR അജിത് കുമാർ മാത്രമല്ല RSSന്റെ മുതിർന്ന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത്. ഇതിനു മുൻപും ഇത്തരം കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ പരിശോധിക്കണമെങ്കിൽ സർക്കാർ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ തുടങ്ങേണ്ടി വരുമെന്ന കാര്യം കൂടി ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറയുന്നുണ്ട്. അതേസമയം ഇനി MR അജിത് കുമാറിനെ എത്ര നാൾ ADGP ലോ ആൻഡ് ഓർഡർ കസേരയിൽ മുഖ്യമന്ത്രിക്ക് സംരക്ഷിച്ചു നിർത്താൻ കഴിയുമെന്ന ചോദ്യം കൂടി വരികയാണ്. കാരണം തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിന് പിന്നിലെ രാഷ്ട്രീയമാണ് CPI പ്രധാനമായും ഉയർത്തുന്നത്. അവിടെ BJP ജയിക്കുകയും CPI മത്സരിച്ച മണ്ഡലവുമാണ്. അതുകൊണ്ട് തന്നെ അതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട്. തൃശൂർ പൂരം നടന്ന ദിവസം ADGP MR അജിത് കുമാർ അവിടെ ഉണ്ടായിരുന്നു. ഇതെല്ലാം അലങ്കോലപ്പെട്ട ശേഷം അവിടെ നിന്ന് സ്ഥലം വിടുകയും ചെയ്തു എന്നതാണ് ആരോപണം. താൻ അവിടെ ഉണ്ടായിരുന്നു എന്ന കാര്യം MR അജിത് കുമാർ സ്ഥിരീകരിക്കുന്നുമുണ്ട്. അങ്കിത് അശോകിന്റെ പരിചയക്കുറവാണ് ഈ കാര്യങ്ങൾ അലങ്കോലപ്പെട്ടതിന് ഇടയാക്കിയതെന്ന വിശദീകരണമാണ് ADGP നൽകിയത്. ഒരു സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന ജൂനിയർ ഉദ്യോഗസ്ഥന്റെ തലയിൽ ഈ കുഴപ്പങ്ങളെല്ലാം കെട്ടിവെച്ച് MR അജിത് കുമാർ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അത് വകവെച്ച് കൊടുക്കാൻ ഘടകകക്ഷികൾ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ അജിത് കുമാറിനെ മാറ്റണമെന്ന ആവശ്യം അവർ ശക്തമായി ഉന്നയിക്കുന്നു. എത്ര ദിവസം ഇനി അജിത് കുമാറിന് കസേരയിൽ തുടരാൻ കഴിയും എന്നത് തന്നെയാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം. VV വിനോദ്, ന്യൂസ് 18, തിരുവനന്തപുരം.